ദ വെരി ഫസ്റ്റ് ഇൻസൾട്ട്, ആദ്യത്തെ ഇൻസൾട്ട് കിട്ടുമ്പോഴേ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം തരണമെന്നില്ല. തന്നെക്കാളും കുറച്ച് താഴ്ന്നു നിൽക്കുന്നവനെ ഭരിക്കുക, അവന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓഫീസിൽ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ സെൽഫ് റെസ്പെക്ട് ആയിട്ട് കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അതേ മീറ്ററിൽ തന്നെ തിരിച്ച് പറയും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരാൾ. മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഓക്കെ സാർ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബോസ് ആദ്യം വിളിച്ച് മെക്കിട്ട് കയറുന്ന ഈ പാവത്താൻ്റെ നെഞ്ചത്തോട്ടായിരിക്കും. കാരണം അവന്റെ വായിൽ നിന്ന് തിരിച്ച് വലിയ കടുപ്പത്തിലൊന്നും ഇങ്ങോട്ട് വരില്ലെന്ന് ഇയാൾക്ക് നല്ലപോലെ അറിയാം. അതേസമയം മറ്റവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ച് കാര്യങ്ങൾ ചോദിക്കും, അവൻ അങ്ങനെ നോട്ടമൊന്നും ഇല്ലാത്ത ആളാന്ന് പറയാം. നമ്മൾ സ്റ്റേൺ ആണ്, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തിനും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ അടുത്ത് മെക്കിട്ട് കയറാൻ വരില്ല. അതേസമയം എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്, നമ്മൾ ഓവർ എളിമേഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവൻ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലേ പോലും അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ മെക്കിട്ട് കയറും. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട് പുറത്തുനിന്നല്ല തുടങ്ങുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. മറ്റുള്ള ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവർക്കൊരു സ്പേസ് കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ റെസ്പെക്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കൊമ്പത്താളാണെന്ന് വിചാരിക്കലല്ല, പക്ഷെ നമ്മളെ ക്യാരി ചെയ്യുന്ന ആ ഒരു രീതി, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതി, ഇതിൽ നിന്നൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇവനെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എന്തെങ്കിലും ഞാൻ ഇവനോട് കാണിച്ചു കഴിഞ്ഞാൽ അവൻ റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ ആൾക്കാരിലേക്ക് പറയാതെ പറയേണ്ടത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും കൺവേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങളെക്കുറിച്ച് തന്നെ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളെങ്ങനെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ക്യാരി ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരു ഡിസ്റെസ്പെക്ട് ഉണ്ടായാൽ അതിനോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് മറ്റുള്ള ആളുകൾ അവർ പോലും അറിയാതെ സബ്കോൺഷ്യസ് ആയിട്ട് നമുക്കൊരു വിലയിടുന്നത്. വൾഗറായിട്ട് മറ്റൊരാൾ നമ്മളോട് കളിയാക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് ചിരിച്ച് കളിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഫൺ ഉണ്ടാക്കാൻ വേണ്ടി, എനിക്കൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇവന്റെ മെക്കിട്ട് കയറാം. ഇവന്റെ മെക്കിട്ട് കയറിയാലും ഇവൻ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യില്ല, ഇവനത് എൻജോയ് ചെയ്യും. അപ്പം ഞാൻ സേഫ് ആണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തമാശയൊക്കെ പറഞ്ഞ ഒരാളാകുകയും ചെയ്യാം, ഇവനെ ഒന്ന് ഇരുത്തുകയും ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ആൾക്കാർക്ക് നമ്മളോടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം കുറേ നാളൊക്കെ ഇത് കേട്ടോണ്ടിരുന്നിട്ട് പിന്നെ ഒരു ദിവസം റിയാക്ട് ചെയ്യുന്നെങ്കിൽ അവർ ചിന്തിക്കും ഇത്ര നാൾ ഇവന് കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇവൻ റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നൊരു സൈക്കോളജി അവർക്കെല്ലാം സെറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ നാൾ കേട്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾ ആക്രമിക്കാനും നിങ്ങളുടെ മെക്കിട്ട് കയറാനും സാധ്യതയുണ്ട്. അതേസമയം ദ വെരി ഫസ്റ്റ് ഇൻസൾട്ട്, ആദ്യത്തെ ഇൻസൾട്ട് കിട്ടുമ്പോൾ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നല്ലപോലെ കിട്ടും എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ അവർക്ക് ഒരു പേടിയുണ്ടാവും. ആ ഒരു പേടിയാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യണം, നമ്മൾ അത്രയും മഹത്തായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. എല്ലാ ആളുകൾക്കും അങ്ങനെ മഹത്തായിട്ടുള്ള വ്യക്തി ആകാനൊന്നും പറ്റില്ല. എല്ലാ ആളുകൾക്കും ഗാന്ധിജി ആകാനോ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും APJ അബ്ദുൽ കലാം ആകാനോ ഒന്നും പറ്റില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പം സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മൾക്ക് റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം.